എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളെ നടക്കാനിരിക്കുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിന് മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി അടുത്തിടെ നിയമിക്കപ്പെട്ടത് ആരാണ്? ഡോക്ടർ എ കൗശികനാണ് കേരള സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി അടുത്തിടെ നിയമിക്കപ്പെട്ടത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക സാഹിത്യ പുരസ്കാരമായ മാധവമുദ്ര പുരസ്കാരത്തിന് അടുത്തിടെ അർഹനായത് ആരാണ്? ഡോക്ടർ കെ എസ് രവികുമാറാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക സാഹിത്യ പുരസ്കാരമായ മാധവമുദ്ര പുരസ്കാരത്തിന് അടുത്തിടെ അർഹനായത്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? വി സുനിൽകുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മൈസൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പെരിഞ്ഞനം. തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്നത്. 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം മുകുന്ദനാണ് 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2026 ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ് 2026 ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം. ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് പാസാക്കുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനം ഏതാണ്? അസമാണ് ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് പാസാക്കുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനം. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികച്ച സംഭാവനകളെ അടിസ്ഥാനമാക്കി ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ ടെസി തോമസിനാണ് 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എസ് സോമനാഥിനാണ് 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്. പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? അഹമ്മദാബാദാണ് പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം. സംസ്ഥാനത്തെ ആദ്യ ഫൈബർ ഗ്ലാസ് തൂക്കുവേലി നിർമ്മിക്കുന്നത് എവിടെയാണ്? നിലമ്പൂർ കനോലി ഇക്കോ ടൂറിസം പാർക്കിലാണ് സംസ്ഥാനത്തെ ആദ്യ ഫൈബർ ഗ്ലാസ് തൂക്കുവേലി നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ആർ ഋതികശ്രീയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബുവാണ് കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഗ്രാമമായ മൊതേര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഗ്രാമമായ മൊതേര സ്ഥിതി ചെയ്യുന്നത്.
ലോകത്തെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? മൗസിൻഡ്രത്താണ് ലോകത്തെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ യാചകമുക്ത നഗരം ഏത്? ഇൻഡോർ. മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ യാചകമുക്ത നഗരം. ഇന്ത്യയുടെ ആദ്യത്തെ AI അധിഷ്ഠിത യുദ്ധക്കപ്പൽ ഏത്? INS സൂറത്ത് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ AI അധിഷ്ഠിത യുദ്ധക്കപ്പൽ. ബഹിരാകാശത്ത് വെച്ച് 2 പേടകങ്ങളെ പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ ദൗത്യം? സ്പാഡെക്സ് ആണ് ബഹിരാകാശത്ത് വെച്ച് 2 പേടകങ്ങളെ പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ ദൗത്യം. ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഛത്തീസ്ഗഡിലെ ഗ്രാമം? തുൾസിയാണ് ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഛത്തീസ്ഗഡിലെ ഗ്രാമം. റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളുകൾക്ക് പ്രവൃത്തി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? മഹാരാഷ്ട്രയാണ് റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളുകൾക്ക് പ്രവൃത്തി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക ഹെലികോപ്റ്റർ ആംബുലൻസ് സേവനം സഞ്ജീവനി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക ഹെലികോപ്റ്റർ ആംബുലൻസ് സേവനം സഞ്ജീവനി ആരംഭിച്ച സംസ്ഥാനം. ഓപ്പറേഷൻ സിന്ദൂറിന് പേര് നിർദ്ദേശിച്ചത് ആരാണ്? നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് പേര് നിർദ്ദേശിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയെക്കുറിച്ച് ഇന്ത്യയുടെ ഔദ്യോഗിക മാധ്യമ വിശദീകരണം നൽകിയ പ്രധാന വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരെല്ലാമാണ്? കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയെക്കുറിച്ച് ഇന്ത്യയുടെ ഔദ്യോഗിക മാധ്യമ വിശദീകരണം നൽകിയ പ്രധാന വനിതാ സൈനിക ഉദ്യോഗസ്ഥർ. യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ സംസ്ഥാനം? ലക്നൗ ആണ് യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ സംസ്ഥാനം. രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ ഏതാണ്? കോട്ടയ്ക്കലാണ് രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്താണ് ഇന്ത്യയുടെ നിലവിലത്തെ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്? BR ഗവായ് ആണ് ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആരാണ്? ആർ വെങ്കിട്ടരമണിയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത്. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? രാജ്കുമാർ ഗോയലാണ് ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. നിലവിലെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായരാണ് നിലവിലെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി ആരാണ്? PR രമേശാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ഇന്ത്യയുടെ നിലവിലത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? വിജയ് കിഷോർ രഹത്കർ ആണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. നിലവിലെ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? അഡ്വക്കേറ്റ് പി സതീദേവിയാണ് നിലവിലെ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ.
ഇപ്പോഴത്തെ UPSC ചെയർമാൻ ആരാണ്? അജയ് കുമാറാണ് ഇപ്പോഴത്തെ UPSC ചെയർമാൻ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാറാണ് ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ISROയുടെ പുതിയ ചെയർമാൻ വി നാരായണനാണ് ISROയുടെ പുതിയ ചെയർമാൻ. ഇപ്പോഴത്തെ നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗ് വൈസ് ചെയർമാൻ. നീതി ആയോഗിന്റെ നിലവിലെ CEO നിധി ചിബ്ബറാണ് നീതി ആയോഗിന്റെ നിലവിലത്തെ CEO. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റ് ക്രിസ്റ്റി കാവൻട്രിയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ്? ചൈനയാണ് ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം. കോർ 5 ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? US, ചൈന, റഷ്യ, ഇന്ത്യ, ജപ്പാൻ. US, ചൈന, റഷ്യ, ഇന്ത്യ, ജപ്പാനാണ് കോർ 5 ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ഏത് രാജ്യത്താണ് ISRO നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്? ഓസ്ട്രേലിയയിലാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ISRO നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖലയിൽ ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത് എവിടെയാണ്? തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖലയിൽ ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത്. സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്ത് 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആദ്യ ആശുപത്രി ഏതാണ്? കോട്ടയം മെഡിക്കൽ കോളേജാണ് രാജ്യത്ത് 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആദ്യ ആശുപത്രി. 2026 ഫെബ്രുവരിയിൽ വാട്സപ്പിന് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? റഷ്യയാണ് 2026 ഫെബ്രുവരിയിൽ വാട്സപ്പിന് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം ഏത്? മോട്ടു എന്ന ആനക്കുട്ടിയാണ് കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് എന്താണ്? യോദ്ധാവാണ് മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതി. ഇന്ത്യയിലെ കോടതികളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? വൺ കേസ് വൺ ഡാറ്റയാണ് ഇന്ത്യയിലെ കോടതികളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി. 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകിയത്? ക്വാണ്ടം ഡോട്ട്സിന്റെ കണ്ടുപിടുത്തത്തിനാണ് 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് നൽകിയത്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? എൽദോസ് പോളിനാണ് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് പുരസ്കാരം ലഭിച്ചത്. 2025 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് 2025 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗ്രാസ മാർഷലിനാണ് 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. 2025 UNEP ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാര ജേതാവ് ആരാണ്? സുപ്രിയ സാഹു ആണ് 2025 UNEP ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാര ജേതാവ്.
ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്കാണ് ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് കിതൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 2030 നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം? അഹമ്മദാബാദ്. അഹമ്മദാബാദാണ് 2030 നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം. 2026 ICC പുരുഷ T20 ലോകകപ്പ് ജേതാക്കൾ? ഇന്ത്യ. ഇന്ത്യയാണ് 2026 ICC പുരുഷ T20 ലോകകപ്പ് ജേതാക്കൾ. ബ്ലൈൻഡ് വുമൺസ് T20 വേൾഡ് കപ്പ് 2025 ജേതാക്കൾ? ഇന്ത്യ. ഇന്ത്യയാണ് ബ്ലൈൻഡ് വുമൺസ് T20 വേൾഡ് കപ്പ് 2025 ജേതാക്കൾ. 2026 രഞ്ജി ട്രോഫി ജേതാക്കൾ? ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരാണ് 2026 രഞ്ജി ട്രോഫി ജേതാക്കൾ. വനിതാ T20 ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബൗളർ? ദീപ്തി ശർമ്മ. ദീപ്തി ശർമ്മയാണ് വനിതാ T20 ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബൗളർ. 2025 79ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാർ? സർവീസസ്. സർവീസസ് ആണ് 2025 79ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാർ. ICC അണ്ടർ 90 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ചാമ്പ്യന്മാർ ആരാണ്? ഇന്ത്യ. ഇന്ത്യയാണ് ICC അണ്ടർ 90 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ചാമ്പ്യന്മാർ. T20 ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ? ഹാർദിക് പാണ്ഡ്യ. ഹാർദിക് പാണ്ഡ്യയാണ് T20 ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ. 2025 പ്രഥമ ഖോ ലോകകപ്പ് വേദിയായ രാജ്യം? ഇന്ത്യ. ഇന്ത്യയാണ് 2025 പ്രഥമ ഖോ ലോകകപ്പ് വേദിയായ രാജ്യം. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? GV രാജ. GV രാജയായിരുന്നു കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം? മനു ഭാക്കർ. മനു ഭാക്കറാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം. 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ്. കാർലോസ് അൽക്കാരസ് ആണ് 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് നേടിയത്. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? PR ശ്രീജേഷ്. PR ശ്രീജേഷ് ആണ് 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ടീമിലെ മലയാളി താരം. 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും? ലോസ് ഏഞ്ചൽസ്. ലോസ് ഏഞ്ചൽസ് ആണ് 2028 സമ്മർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം. 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഇന്ത്യയിലെ ആദ്യ പൂർണ്ണ പേപ്പർലെസ് ഡിസ്ട്രിക്ട് കോടതി? കൽപ്പറ്റ. വയനാട് ജില്ലയിലെ കൽപ്പറ്റയാണ് ഇന്ത്യയിലെ ആദ്യ പൂർണ്ണ പേപ്പർലെസ് ഡിസ്ട്രിക്ട് കോടതി. ഇന്ത്യയിലെ ആദ്യ 24/7 ഓൺലൈൻ കോടതി തുറന്നത്? കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ 24/7 ഓൺലൈൻ കോടതി തുറന്നത്. 2025 ആഗോള ടൂറിസം അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് 2025 ആഗോള ടൂറിസം അവാർഡ് നേടിയ സംസ്ഥാനം. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം ഏതാണ്? ജക്കാർത്ത. ജക്കാർത്തയാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം. ഇന്ത്യയിലെ ചേരിമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വലിയ നഗരം ഏതാണ്? സൂറത്ത്. സൂറത്താണ് ഇന്ത്യയിലെ ചേരിമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വലിയ നഗരം. സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസ്റ്റ് അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്? ശാസ്താംപാറ. ശാസ്താംപാറയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസ്റ്റ് അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഹരിത അമോണിയ പദ്ധതി വികസിപ്പിക്കുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹരിത അമോണിയ പദ്ധതി വികസിപ്പിക്കുന്നത്.
KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ? മോഹൻലാലാണ് KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത്? PR ശ്രീജേഷ് ആണ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത്. 17ാം ബ്രിക്സ് ഉച്ചകോടി 2025 വേദി? റിയോ ഡി ജനീറോയാണ് 17ാം ബ്രിക്സ് ഉച്ചകോടി 2025 വേദി. 18ാം ബ്രിക്സ് ഉച്ചകോടി 2026 വേദി എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യയിലെ ന്യൂഡൽഹിയാണ് 18ാം ബ്രിക്സ് ഉച്ചകോടി 2026 വേദി. കേരളത്തിലെ ആദ്യ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ചത്? ആറളം വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ചത്.